നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും കേരളം കണി കണ്ടുണരുന്നത് ഒരുപിടി അശുഭ വാർത്തകളുമാണ്. 2.5 വർഷക്കാലത്തോളം ലോകത്തെ മുഴുവൻ പിടിച്ചിരുത്തിയ കോവിഡിന്റെ സാന്നിധ്യം കേരളത്തിൽ വീണ്ടും എത്തുന്നു എന്നത് ഞെട്ടലോടെയാണ് കേട്ടത്. US-ൽ കണ്ടെത്തുകയും ചൈനയിൽ പെട്ടെന്ന് വർദ്ധിക്കുകയും ചെയ്ത കോവിഡിന്റെ പുതിയ വകഭേദമായ JN1 ആണ് കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജാഗ്രതയും തയ്യാറെടുപ്പുകളും ശക്തമാക്കിയിട്ടുണ്ട്. 79 വയസ്സുള്ള തിരുവനന്തപുരം സ്വദേശിക്കാണ് പുതിയ ഉപവകഭേദം സ്ഥിരീകരിച്ചിട്ടുള്ളത്. നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ്. നവംബർ 18-ന് കോവിഡ് സ്ഥിരീകരിച്ച സാമ്പിളിൽ നടത്തിയ ജനിതക പരിശോധനയുടെ ഫലം 13-നാണ് ലഭ്യമായത്. ഏതാനും ആഴ്ചകളായി കേരളത്തിൽ കോവിഡ് കേസുകൾ കൂടുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിലേത് ആദ്യത്തെ കേസാണെന്ന് പറയുമ്പോഴും സിംഗപ്പൂരിൽ നിന്നും എത്തിയ തമിഴ്നാട് സ്വദേശിക്ക് നേരത്തെ JN1 കണ്ടെത്തിയിരുന്നു. ICMR-ന് കീഴിലെ ലാബുകളുടെ കൺസോർഷ്യമായ ഇൻസാകോ കോവിഡ് പോസിറ്റീവ് സാമ്പിളുകളിൽ നടത്തിയ പരിശോധനയിലാണ് കേരളത്തിൽ JN1 സ്ഥിരീകരിച്ചത്. വിദേശത്തു നിന്നും എത്തുന്നവർ പൊതുവെ കൂടുതലുള്ള കേരളത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം. പുതിയ കോവിഡ് കേസുകളിൽ ഭൂരിഭാഗവും നേരിയ രോഗലക്ഷണങ്ങളുള്ളതും കാര്യമായ ചികിത്സ കൂടാതെ തന്നെ ഭേദമാകുന്നു എന്നതാണ് ICMR വ്യക്തമാക്കിയിട്ടുള്ളത്. കേരളത്തിൽ കോവിഡ് പോസിറ്റീവായ 1324 പേർ ഇപ്പോഴുമുണ്ട്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഏറ്റവും കൂടുതൽ പരിശോധന നടക്കുന്നതും കേരളത്തിൽ തന്നെയാണ്. ദിവസം 700 മുതൽ 1000 കോവിഡ് പരിശോധന നടക്കുന്നുണ്ട്. ഡിസംബർ 8-ന് തിരുവനന്തപുരത്തെ കാരക്കുളത്ത് നിന്നും ശേഖരിച്ച കോവിഡ് പോസിറ്റീവ് സാമ്പിളുകളിലാണ് പുതിയ ഉപവകഭേദം കണ്ടെത്തിയത്. പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന വേഗത്തിൽ വ്യാപന ശേഷിയുള്ള വൈറസാണ് JN1. ഇത് ചൈനയിൽ സ്ഥിരീകരിച്ചായി വാർത്താ റിപ്പോർട്ടുകൾ വന്നിരുന്നു. വിദേശ രാജ്യങ്ങളും JN1 വകഭേദം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പതിവ് കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി സംസ്ഥാനങ്ങളിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും 18-നകം പൊതുജന ആരോഗ്യ ആശുപത്രി തയ്യാറെടുപ്പ് നടപടികൾ വിലയിരുത്താനായി മോക്ക് ഡ്രിൽ നടത്തുവാനും നിർദ്ദേശമുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും കോവിഡ് കേസുകൾ ഉയരാൻ ഈ വകഭേദം കാരണമായിട്ടുണ്ട്. ഒമിക്രോണിന്റെ ഉപവകഭേദമായിട്ടുള്ള JN1 ലക്സംബർഗിലാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം ആഗസ്റ്റിലായിരുന്നു കോവിഡ് വകഭേദം കണ്ടെത്തിയത്. ഇത് പിന്നീട് മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയായിരുന്നു. സാധാരണ കോവിഡിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് JN1-ലും ഉണ്ടാവുക. പുതിയ കോവിഡ് വകഭേദത്തിനെതിരെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് വാക്സിനുകൾ തന്നെ മതിയാകുമെന്നാണ് അനുമാനം. കോഴിക്കോട് കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്ത് കോവിഡ് ബാധിച്ച ഒരാൾ മരണപ്പെട്ട സാഹചര്യത്തിൽ പ്രദേശത്തെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മരണവീട് സന്ദർശിക്കുന്നതിന് പ്രദേശവാസികൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ പാനൂരിലും കോവിഡ് ബാധിച്ച മരണം സ്ഥിരീകരിച്ചിരുന്നു. പാനൂർ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം മേലോത്ത് പാലക്കണ്ടി അബ്ദുള്ള ആണ് മരിച്ചത്. ചുമയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മരണാനന്തരം നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. വീണ്ടും ഒരു മാസക്കാലം തിരികെ വരുമോ എന്ന ഭീതിയിലാണ് നമ്മൾ ഓരോരുത്തരും. വേണ്ട ജാഗ്രതയും മുൻകരുതലുകളും എല്ലാവരും ഒരുപോലെ സ്വീകരിക്കേണ്ടതുണ്ട്.